അവന്റെ മനുഷ്യത്വം മറന്നുകൊണ്ട് അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുന്ന, മുതുകിൽ ബ്ലേഡ് വെച്ചും കത്തിവെച്ചും സ്വന്തം സംഘടനയുടെ പേരെഴുതി കൊടുക്കുന്ന സംസ്കാരമുള്ള ക്യാമ്പസിൽ അരുതു മക്കളെ എന്ന് പറയാൻ ക്യാമ്പസിൽ SSF-കാരൻ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അർഹമുർറാഹിമായ റബ്ബ് ഈ സംഘടനാ സംവിധാനത്തിന്റെ ഐശ്വര്യം ഈ നാട്ടിൽ നിലനിർത്തി തരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ദുആയിരക്കണം. ഞാൻ ഓർത്തുപോകുന്നു, ഇതാ ഞങ്ങൾ ഈ അടുത്ത സമയത്തൊരു സംസ്ഥാന പര്യടനം നടത്തി. ആ സമയത്ത് എറണാകുളത്തെത്തുമ്പോ കരുനാഗപ്പള്ളി ഡിവിഷനിലെ ക്രാപ്പന പഞ്ചായത്തിലെ പൂത്തരുവി യൂണിറ്റിലെ ഒരു സാധാരണ SSF-ന്റെ പ്രവർത്തകൻ മരണപ്പെട്ട വിവരമറിയുന്നു. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചങ്ങട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറ്റക്കുടിലിലെ അതാ വലിയ കുടുംബത്തിലെ ഇളയ കുട്ടിയാണവൻ. ഈ അബ്ദുൽ അസീസിന് വേണ്ടി ആരും അവിടെ ഒരുമിച്ച് കൂടണ്ട. കാരണം സാമ്പത്തികമായ സ്കെയില് വെച്ചാണ് ഇന്ന് സമൂഹത്തെ അളക്കുന്നത്. പണക്കാരനെത്ര തെമ്മാടിയായാലും അവന് സീറ്റുണ്ട്, പാവപ്പെട്ടവനെത്ര നല്ലവനായാലും അംഗീകരിക്കാൻ പൊതുവെ സമൂഹം തയ്യാറാകുന്നില്ല. ഈ ഒരവസരത്തിൽ സാമ്പത്തിക ഉച്ചനീചത്വം സമൂഹത്തെ തട്ടായി തിരിക്കുന്ന കാലയളവിൽ ഈ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ ഒരുപാട് പേരൊന്നും വരണ്ട. അവന്റെ ജനാസയെ ആരും അനുഗമിക്കണ്ട. 3 or 4 ബന്ധുക്കൾ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് അവനെ വെച്ചിട്ട് അതാ സലാം പറഞ്ഞു പിരിയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ്, അതാ അബ്ദുൽ അസീസിന്റെ ജനാസ നിസ്കാരത്തിന് സമയമായപ്പോ ആ വീടും നാടും നിറഞ്ഞു കവിഞ്ഞുപോയി. ആയിരക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ആ വീടിനെ ലക്ഷ്യമാക്കി വന്നുപോയി. സുബ്ഹാനല്ലാഹ്, അക്കൂട്ടത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ആധികാരിക സമസ്ത മുശാവറയിൽ ഒരേ ഒരംഗമായ ശൈഖുനാ ഹൈദ്രൂസ് ഉസ്താദ് അടക്കമുള്ള വലിയ വയോധിക പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അവരും അവിടെ വന്നുപോയി. അബ്ദുൽ അസീസിനെ അവർക്കറിയില്ല. SSF-കാരൻ എന്ന സ്നേഹം കൊണ്ട് വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. വഞ്ചന വലിയുടെ അകമ്പടിയോട് അതാ 2 നില വലിയ പള്ളിക്ക് ഉൾക്കൊള്ളാനാകാത്ത വഞ്ചന വലി അവന് ജനാസ സംസ്കരിക്കാൻ ഒത്തുകൂടി. എന്നിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ പ്രാദേശിക SSF-ന്റെ നേതാക്കള് അതാ മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൽ ഉഖ്റാ എന്ന് പറഞ്ഞ് കൂട്ടുകാരന് കണ്ണീരിൽ ചാലിച്ച പിടിമണ്ണ് വാരിയിട്ടുകൊടുത്ത ശേഷം തൊഴിലാളികൾ മണ്ണ് നീക്കിയിടുന്ന പ്രവർത്തനം പൂർത്തിയാക്കുമ്പോഴേക്ക് അവിടെ നിന്നുകൊണ്ടവർ ചൊല്ലിക്കൊടുക്കുന്നു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇങ്ങനെ തുടങ്ങി തദാ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നു. എന്നിട്ടതാ തൽഖീന് ചൊല്ലിക്കൊടുത്ത് യാസീനോദി ദുആയിരുന്നു വിട പറയുമ്പോ അസ്സലാമു അലൈക്കും യാ അഖീ യാ സദീഖി യാ ഖിത്അത ഖൽബി മൽജഅ മഹബ്ബതി എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സാധാരണ ഷർട്ട് ഉപയോഗിക്കാത്ത പിതാവ്, കൂലിപ്പണിക്കാരനായ ഉപ്പ, 5 വക്ത് നിസ്കാരം മുടക്കാത്ത സാധാരണക്കാരനായ ആ പിതാവിനോട് ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുമ്പോ പിതാവ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുവെച്ച് പറഞ്ഞൊരു വാചകം ഈ സദസ്സിൽ വെച്ച് പറയുമ്പോഴും എന്റെ കൽബ് പിടയ്ക്കുന്നു.
നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓർത്തിട്ടാണ് നമുക്കതിന് യോഗ്യതയുണ്ടോ? ആ സാർത്ഥവാഹക സംഘത്തിന്റെ നേതൃത്വം മഹാന്മാര് നയിച്ചത് അത് പിന്തുടരാൻ നമുക്ക് പവറുണ്ടോ? ഈ പിതാവ് പറഞ്ഞ വാചകം എന്തെന്നറിയുമോ? എന്റെ മകൾ 19 വയസ്സില് ശ്വാസകോശ തടസ്സ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവനാണ്. അവനെപ്പോഴും ആ രോഗം കൊണ്ട് വിഷമിച്ചവനാണ്. അവനാണ് മരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അവനിലാകെ സമാധാനിക്കുന്നത് SSLC പോലും എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാത്ത അവന് ആയിരക്കണക്കിന് അലിമീങ്ങളും മുതലിമീങ്ങളും അവന്റെ ജനാസ സംസ്കാരത്തിന് എത്തിച്ചേർന്ന് ഈ സംവിധാനം ഓർത്തിട്ട് ഞാൻ ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ മകൻ 15 വയസ്സ് പ്രായപൂർത്തിയായ ശേഷം അവൻ വല്ല തെറ്റും 4 വർഷക്കാലം നിന്റെ മുമ്പിൽ ചെയ്തു പോയെങ്കിൽ SSFന് പ്രവർത്തിച്ച ബറക്കത്തുകൊണ്ട് അല്ലാഹു അത് പുറത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ് ഇതിന് നമുക്കെവിടെ യോഗ്യത? ഈ സംഘത്തിന് മുന്നിൽ നടക്കാൻ എന്ത് പവർ എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്വത്തിന്റെ കനമോർത്തുകൊണ്ട് കരഞ്ഞുപോയി. മാതാവിന് കതകിന് മറവിൽ വിളിച്ചിട്ട് സമാധാനത്തിന്റെ വാചകം ഉന്നയിക്കാൻ അവരെ വിളിക്കുന്ന സമയത്ത് ആ തള്ളയോട് പറയുമ്പോ ഉമ്മ പറയുന്നു, എന്റെ മകൻ 2 ദിവസം മുമ്പ് ഇവിടുന്ന് അതാ തൊട്ടടുത്ത വീട്ടിൽ കിടന്ന കടപ്പുറം മണൽ വാരിക്കൊണ്ടുവന്ന് ഇവിടെ വിതറി, ഈ മുറ്റം വൃത്തിയാക്കി. അപ്പോഴാണ് മുറ്റത്തിന്റെ ബ്യൂട്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരന്റെ വേർപാടിൽ ദുഃഖിച്ചു നിന്ന ഞങ്ങൾക്ക് മുറ്റത്തിന്റെ മണം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവനോട് ബന്ധപ്പെടുത്തി ഉമ്മ പറയുമ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. ശരിയാ. എന്നിട്ട് പറയുന്നു, ഉമ്മ, അവനാണ് ഇവിടെ ഒരു കട്ടിലുള്ളത്, അവനാണ് ഇവിടെ ഒരു കസേര ഉള്ളത്. ഞങ്ങൾ മാതാപിതാക്കള് താഴെയാണ് കിടക്കുന്നത്. അവൻ രോഗിയായതുകൊണ്ട് മുകളിൽ കിടത്തുകയാണ്. ആ ഒരു കട്ടില് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അവനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേരയും ഉണ്ട്. ഇത് രണ്ടും അവൻ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഇവിടമാകെ കഴുകി ക്ലീൻ ചെയ്തു. അതാ നിങ്ങൾ കാണുന്നില്ലേ ഏർവാടി പള്ളിയുടെ ചിത്രം ആ കതകില് മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സിയാറത്തിന് പോയ ആ പള്ളിയുടെ ചിത്രം SSFന്റെ ബുള്ളറ്റിനെഴുതിയ വിരലുകൾ കൊണ്ട് മനോഹരമായി കുറിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ നോക്കി, ശരിയാണ്, വളരെ സൗന്ദര്യമുള്ളത് തന്നെ. ഒരു ചെറ്റക്കുടിൽ, അതിന്റെ ഫ്രണ്ടിൽ മാത്രം സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതിലൊരു പലകമേൽ SSFന്റെ ത്രിവർണ പതാകയുടെ കളർ വെള്ളയിൽ, ആത്മാർത്ഥത മുറ്റുന്ന വെള്ളയിൽ പൂങ്കാവനമെന്ന് വീട്ടുപേരെഴുതിയിരിക്കുന്നു. ആ വീട്ടുമുറ്റത്തു നിന്നുകൊണ്ട് ഉമ്മ പറയുന്നു, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോ